പള്ളിയിൽ നിന്ന് ടൂർ പോകണം. 6:30 എത്താൻ പറഞ്ഞത്. ഇപ്പം 6:30 കഴിഞ്ഞ്. സാമ്പ്രാണിക്കൊടി, വർക്കല, അങ്ങനെ കൊല്ലമൊക്കെ ചുറ്റി അങ്ങനെ വരും. ഹായ് ഗൈസ്, പോയിട്ട് വരട്ടെ. ഹലോ ഗൈസ്, ഇത് നോക്കിയാണ് വീട്ടിലുള്ള എല്ലാ സാധനവും ഈ ബാഗിനകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. തന്നെയാടേ. ഹലോ ഗൈസ്, ഭയങ്കര ബൈബിലാണ് നിൽക്കുന്നത് കുട്ടികളെല്ലാവരും. അങ്ങനെ വണ്ടി വന്നു. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി. ആദ്യം ഞങ്ങളൊരു പള്ളിയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് സാമ്പ്രാണിക്കൊടിയിലോട്ട് പോകുന്നത്. നമ്മളെങ്ങോട്ടാണ് പോണത്? എവിടെ? നമ്മള് പോണത് സാമ്പാർത്തിരിയിൽ പോണേ. ഇടിയിടുമ്പോ പാട്ടില്ല, പാട്ട് വരുമ്പോ ഇടിയില്ലാത്ത വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യണത്. ഒരു വകയ്ക്കും കൊള്ളയുമില്ല. ഒരാൾ ഉറക്കമായിട്ടുണ്ട്. അത്രയ്ക്ക് അടി വൈബാണ് വണ്ടി. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി എങ്ങനെയുണ്ട്? നമ്മളെ ഈ വണ്ടിയല്ല ഉദ്ദേശിച്ചത്, കുറുപ്പന്തരുടെ വണ്ടിയാണ് ഗൈസ്. നമ്മള് ടൂർ വേണോ? വൈബാണ്. കണ്ടോ? ഒരനക്കം ഇല്ല ഗൈസ്. ഇവിടെ ഒരാള് ഫോണിൽ സീരിയലാണോ സീരീസ് ആണോ എന്നറിയില്ല, കണ്ടോ ഉറക്കമായി. ഫൈനലി എന്തൊക്കെയോ ചെയ്ത് വണ്ടിയിൽ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് വണ്ടി ഒന്ന് ഉണർന്നത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കാപ്പി കുടിക്കാൻ ഒരു പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇത് ഏത് സ്ഥലമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്ഥലത്തിന്റെ പേര് കൊല്ലം. കുടവൂർ പള്ളിയാണ്, നമുക്കറിഞ്ഞൂടാ. കൊല്ലത്തെ കുടവൂർ പള്ളി. ഗൈസ്, ഇതാണ് ബോട്ട് ജെട്ടി. വെള്ളം നിറഞ്ഞു. വാവ്, മനോഹരമായിട്ടുള്ള സ്ഥലം. വീടില്ല, ഇതാണ് അഷ്ടമുടി കായലാണ്. നമ്മൾ ആദ്യമായിട്ടാണ് സാമ്പ്രാണിക്കൊടി വരണം. അപ്പൊ അതാണെന്ന് തോന്നണേ. അത് തന്നെ അവിടെയാണ് പോണത്. ഇപ്പൊ നമ്മള് കാപ്പി കുടിക്കണം. എല്ലാരും ഇവിടെ ആഹാരം കഴിക്കുകയാണ് ഗൈസ്. ഇഡ്ഡലി, സാമ്പാർ, ദോശ. അബീര പ്ലേറ്റിൽ സ്പെഷ്യൽ ഉണ്ട്. അതാ അബിത ഇടിയപ്പവും ബീഫുമാണ് കഴിക്കുന്നത്. ഇഡ്ഡലി സാമ്പാറാണ് തമ്പുരി കഴിക്കുന്നത്. അഞ്ചുത ദോശയും മുട്ടക്കറിയാണ് കഴിക്കുന്നത്. അനുത ഇഡ്ഡലിയും സാമ്പാറാണ് കഴിക്കുന്നത്. രുക്കുവൊക്കെ പൊറോട്ടയും ബീഫുമാണ്. ചിപ്പീന്ദ്രാണ്. നമ്മൾ ഫുഡ് കഴിച്ചതിന് അടുത്തായിട്ടുള്ള പള്ളിയാണ്. ഈ പള്ളി കഴിഞ്ഞിട്ടാണ് ബോട്ട് ജെട്ടിയിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനടുത്തായിട്ടുള്ള ഒരു പള്ളിയാണ്. നല്ല വലിയ പള്ളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് പള്ളി കാണാൻ. ഈ കായലിൻ്റെയൊക്കെ തീരത്തായതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. എല്ലാവർക്കും ബോട്ടിൽ കയറാനുള്ള തിരക്കാണ്. പക്ഷെ ബോട്ട് 3 ഉള്ളൂ. നമ്മളെ പള്ളിയിലെ ഫാദറാണ്. കട്ടലുക്കിൽ എനിക്ക് അനീഷ്, എങ്ങനെയുണ്ട് ഇന്നത്തെ യാത്ര? സൂപ്പർ. പാട്ടില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു വണ്ടിക്കകത്ത്. സുഖം. എല്ലാരും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. സജു ഇവിടെ സെറ്റായിട്ട് നിൽപ്പുണ്ട്. സജു വർഗീസ്. ഓക്കെ, റൈച്ചു കുട്ട, ഹായ്. നമ്മുടെ വളരെ ഫ്രീക്കനാണ് സച്ചു ബായ്. ഇതാണ് നമ്മുടെ സ്റ്റാലിൻ ബായ്. സ്റ്റാലിനാണ്. ഇതൊക്കെ നമ്മളെ ഇടവകയിലെ ഫ്രീക്കന്മാരാണ്, ചുള്ളത്തികളാണ്.
നമ്മളാണ് ലാസ്റ്റ് എല്ലാ ബോട്ടും പോയി. എറണാകുളമല്ല അഷ്ടമുടി കായലില്ല അത് പാടും. ഹായ് ഗൈസ്, നമ്മൾ സാമ്പ്രാണിക്കുടിയിലേക്ക് പോവുകയാണ് ഗൈസ്. അറിയില്ലേ നിക്കറില്ല. നമ്മള് സാമ്പ്രാണിക്കുടി ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. സൂപ്പർ കേട്ടാ ഇവിടെ. നല്ല തണുപ്പല്ലേ വെള്ളം? നല്ല തണുപ്പുണ്ട്. ഫുള്ള് നനഞ്ഞ ഡ്രസ്സെല്ലാം നനഞ്ഞു. ഇവിടെ എല്ലാരും നല്ല വൈബിലാണ് ഗൈസ്. വേറെ ഒന്നുമില്ല. ഇവിടെ വെള്ളത്തിലേക്ക് ഇരിക്കുക. ഇതാ അമ്മ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് വന്നത് ഗൈസ്. ഇതാ ഇവിടെ സാരിയും നനഞ്ഞ്. ഹായ് അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. നിക്കറെല്ലാം നനഞ്ഞു. ഹായ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. അടിപൊളി തന്നെ. വേറെ ഡ്രസ്സൊക്കെ നനഞ്ഞു. ഇവിടെ ഫുഡൊക്കെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഫുഡ് എന്ത് മാങ്ങ കക്കയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും വരണമെങ്കിൽ നല്ല വൈബാണ്. അല്ലാതെ വന്ന ഡ്രസ് കൊണ്ടുവന്നാൽ നന്നായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഉച്ചയായപ്പോൾ സാമ്പ്രാണിക്കുടിയും തിരിച്ചു വന്നു. തിരിച്ചും ഒരു പള്ളിയിലാണ് വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ബിരിയാണിയാണ്. നമ്മളിവിടെ പ്രാക്കുളത്തെ സെന്റ് എലിസബത്ത് ചർച്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വിളക്ക് നേർച്ച ഉണ്ടായിരിക്കുന്നത്. നമുക്ക് അതിന് നമ്മളെ ആവശ്യങ്ങൾ പറഞ്ഞ് വിളക്ക് എടുത്ത് നേർച്ച നടത്താം. നമ്മളിവിടെ ബിരിയാണി കഴിക്കാൻ വന്നതാണ്. നമുക്കിവിടെ ഇരുന്ന് ആഹാരം അറേഞ്ച് ചെയ്തത്. അപ്പം നമുക്ക് ദം ബിരിയാണിയാണ്. അടിപൊളി ബിരിയാണി ആയിരുന്നു അല്ലേ? കൊള്ളൂല്ലേ? സ്ഥലമൊക്കെ ഇവിടെ നല്ല വൈബാണ് കേട്ടോ. കൊല്ലം അടിപൊളി ഉണ്ട്. ഇവിടെ ഇത് പള്ളിയാണ്. പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലാണ് കായൽ. ഇതാണ് അഷ്ടമുടി കായലാണ്. ഞാനും അഞ്ചും വിളക്കെടുക്കാൻ പോവുകയാണ്. ഈ പള്ളിയിലെ പ്രാർത്ഥനാ രീതിയാണിത്. അപ്പം നേർച്ച എടുക്കുന്നവർ വിളക്ക് പോയി എടുത്തിട്ട് കുരിശടിക്ക് ചുറ്റും പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഈ വിളക്ക് വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ഇതാണ് ഇവിടുത്തെ പ്രാർത്ഥന നേർച്ച എടുക്കുന്ന രീതി. ഞാൻ പോലും നിൽക്കുന്ന തെങ്ങിന്റെ ഇപ്പുറത്താണ് കുട്ടികൾ ഇരിക്കുന്ന നോക്കിയാണ്. എനിക്ക് നീന്താറുണ്ട്, അതുകൊണ്ടാണ് പറയണത്. ഹലോ ഗൈസ്, നമ്മളിപ്പം തങ്കശ്ശേരി കൊല്ലം ലൈറ്റ് ഹൗസിലോട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ പള്ളിയിലെ എച്ചമ്മാണ്. ഇത് നമ്മൾ അടുത്തത് ഈ ലൈറ്റ് ഹൗസിൽ കയറിയതിന് ശേഷം പോകുന്നത് വർക്കല ബീച്ചാണ്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ റേറ്റ്. ഇവിടുത്തെ ലൈറ്റ് ഹൗസിൽ കയറാനുള്ള റേറ്റാണിത്. ഗൈസ്, ഇതാണ് നമ്മുടെ കൊല്ലത്തെ ലൈറ്റ് ഹൗസ്. ഗൈസ്, നമ്മളെ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് പോലെ തന്നെ കേട്ടോ. ഇതിന്റെ മുകളിൽ കയറി എന്നെ നമ്മൾ ഊപ്പാടുന്നു. നമ്മളിപ്പോ നിൽക്കുന്ന കൊല്ലം ലൈറ്റ് ഹൗസിന്റെ ടോപ്പിലാണ്. കോട്ടയം ഗൈസ്, നമ്മൾ 4 പള്ളിക്കാർ ചേർന്ന് 2 ബസ്സിലാണ് പോയത്. നമ്മൾ പോയത് മൂൺവേ ആയിരുന്നു. മറ്റു പള്ളിക്കാർ KSR. ഹലോ ഗൈസ്, നമ്മളിതാ വർക്കല ബീച്ചിലോട്ട് പോവുകയാണ് ഗൈസ്. ഭയങ്കര തിരക്കൂടെ, ഭയങ്കര തിരക്ക്.
അടിപൊളി അടിപൊളി തിരയായിരുന്നു ഗൈസ്. ഇങ്ങോട്ട് കയറിയില്ലേ തമ്പൂര്. ഗൈസ് അങ്ങനെ നമ്മൾ വീട് എത്തിയിരിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.